സ്റ്റോറി മലയാളം. എല്ലാ കൂട്ടുകാർക്കും സ്റ്റോറി മലയാളത്തിലേക്ക് സ്വാഗതം. ഒരേ ഒരു ചോദ്യം. പണ്ട് പണ്ട് അക്ബർ ചക്രവർത്തി രാജ്യം ഭരിക്കുന്ന കാലം അക്ബറിന്റെ മന്ത്രിയായിരുന്ന ബീർബലിന്റെ ബുദ്ധിവൈഭവം ലോകമെങ്ങും പ്രശസ്തമായിരുന്നു. ഒരു ദിവസം അക്ബറിന്റെ രാജസദസ്സിൽ ഒരു പണ്ഡിതൻ എത്തിച്ചേർന്നു. തന്റെ ബുദ്ധിവൈഭവം കൊണ്ട് പല രാജ്യത്തിലെയും പണ്ഡിതന്മാരെ പരാജയപ്പെടുത്തിയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ വരവ്. ആ പണ്ഡിതൻ അക്ബറിനെ കണ്ട് തന്റെ ആഗമനോദ്ദേശ്യം പറഞ്ഞു. അല്ലയോ ചക്രവർത്തി, ഞാൻ പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ടാണ് വരുന്നത്. ആ രാജ്യങ്ങളിലെ പണ്ഡിതന്മാരെ എല്ലാം ഞാൻ എന്റെ ബുദ്ധിശക്തി കൊണ്ട് പരാജയപ്പെടുത്തി. അപ്പോഴാണ് ബീർബലിനെ കുറിച്ച് കേട്ടറിഞ്ഞത്. അതിനാലാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് ബീർബലിനെ കൂടി പരാജയപ്പെടുത്തി എന്റെ പാണ്ഡിത്യം തെളിയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അക്ബറിന് അഹങ്കാരിയായ ആ പണ്ഡിതന്റെ സംസാരം തീരെ രസിച്ചില്ല. പക്ഷേ ഈ അഹങ്കാരം അല്പസമയം കൂടിയേ കാണൂ എന്നറിയാവുന്ന അക്ബർ ഒന്നും പറയാതെ ബീർബലിനെ തന്റെ സഭയിലേക്ക് വിളിപ്പിച്ചു. സഭയിലെത്തിയ ബീർബൽ പണ്ഡിതനെ അഭിവാദ്യം ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, അല്ലയോ പണ്ഡിത, അങ്ങക്ക് എന്താണോ ചോദിക്കാനുള്ളത് അത് ചോദിച്ചാലും. ഇത് കേട്ടതും പണ്ഡിതൻ ബീർബലിനോട് ചോദിച്ചു, പറയൂ ബീർബൽ, നിങ്ങളോട് എളുപ്പമുള്ള 100 ചോദ്യങ്ങൾ ചോദിക്കണോ അതോ പ്രയാസമുള്ള ഒരു ചോദ്യം ചോദിക്കണോ? ബീർബൽ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, പ്രയാസമുള്ള ഒരു ചോദ്യം ചോദിക്കൂ. ഇത് കേട്ടതും രാജാവിലും സഭയിലുള്ളവരിലും എല്ലാം ജിജ്ഞാസ വർദ്ധിച്ചു. ഏതായിരിക്കും ആ ഒരു ചോദ്യം? അവർ പരസ്പരം പെറുപെറുത്തു. അപ്പോൾ പണ്ഡിതൻ മനസ്സിൽ കരുതി, ഏതു വിധേനയും ബീർബലിനെ പരാജയപ്പെടുത്തുക തന്നെ വേണം. അതിനായി ബീർബലിനെ കൊണ്ട് ഒരിക്കലും ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യം തന്നെ ചോദിക്കണം. ഒരു നിമിഷം ആലോചിച്ചതിനു ശേഷം പണ്ഡിതൻ ആ ഒരു ചോദ്യം ബീർബലിനോട് ചോദിച്ചു, പറയൂ ബീർബൽ, കോഴിയാണോ അതോ മുട്ടയാണോ ആദ്യമുണ്ടായത്? പണ്ഡിതന്റെ ഈ ചോദ്യം കേട്ടതും സദസ്സ് മുഴുവൻ നിശബ്ദമായി. എന്നാൽ ബീർബൽ അപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ നിന്നു. ചോദ്യം കേട്ട് കഴിഞ്ഞതും ബീർബൽ പണ്ഡിതനോടായി പറഞ്ഞു, ആദ്യമുണ്ടായത് തീർച്ചയായും കോഴി തന്നെയാണ്. ഇത് കേട്ടതും പണ്ഡിതൻ ബീർബലിനോടായി ചോദിച്ചു, അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും ഉറപ്പായിട്ട് പറയാൻ കഴിയുന്നത്? അപ്പോൾ ബീർബൽ പറഞ്ഞു, നിങ്ങൾ എന്നോട് ഒരു ചോദ്യം ചോദിക്കുമെന്നാണ് പറഞ്ഞത്. അത് നിങ്ങൾ ഇതിനകം തന്നെ ചോദിച്ചു കഴിഞ്ഞു. അതിന് ഞാൻ മറുപടിയും നൽകി. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത്? ആ പണ്ഡിതന് അതിന് മറുപടി ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല. അയാൾ ഒന്നും മിണ്ടാതെ നാണിച്ച് തലയും കുനിച്ച് അവിടെ നിന്നും മടങ്ങി. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? കഥ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ കഥകൾ വായിക്കുന്നതിനായി storyMalayalam.com സന്ദർശിക്കൂ.